കുറെ കാലമായി ഈ മെഡിക്കൽ കോളേജ് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞു. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് 48 മണിക്കൂറാണ് അതിന്റെ അകത്ത് ശ്വാസം മുട്ടി കഴിഞ്ഞുകൂടി. അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിർമ്മിച്ച ഒരു പുതിയ കെട്ടിടത്തിന് തീ പിടിച്ചു. വലിയ കൊട്ടിഘോഷം നടത്തിയ ഉദ്ഘാടനമാണ്. ഷോർട്ട് സർക്യൂട്ട് എന്നാ പറയും. 4 രോഗികൾ മരണപ്പെട്ടു. നമ്മുടെ ആരോഗ്യമന്ത്രി പറയാണ്, തീ പൊള്ളിയിട്ടല്ല മരിച്ചത്, ഹൃദയം നിന്നുകൊണ്ടാണ് മരണപ്പെട്ടത്. നമുക്കറിയാം, തൂങ്ങിച്ചത്താലും ഹൃദയം നിൽക്കുമ്പോഴേ ചാവുള്ളൂ. കാരണം വെന്റിലേറ്ററിൽ കിടക്കുന്ന 4 രോഗികള് പുറത്ത് തീ കത്തുന്ന കണ്ടപ്പോ അവരുടെ ഹൃദയം നിന്നുപോയി. യാഥാർത്ഥ്യമാണ്. പക്ഷെ തീ കണ്ടതുകൊണ്ടാണ് ഹൃദയം നിന്നുപോയത്. എന്തുകൊണ്ട് തീ പിടിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് വരെ, സംഭവം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു, ഇതുവരെ കാരണം കണ്ടെത്തിയിട്ടില്ല. അതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പൊ മരുന്നിന് കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ, കമ്പനികൾക്ക് കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ അവിടെ മരുന്ന് വിൽപ്പന നിർത്തിവെച്ചിരിക്കുക. ഇപ്പൊ ഈ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഇന്നൊരു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു തൊഴിലാളി കെട്ടിടം പണിയുമ്പോ കെട്ടിടത്ത് വീണ് പരിക്കേറ്റ് അദ്ദേഹത്തിന് ഇത് ആശുപത്രിയിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് മഞ്ഞ കാർഡായതുകൊണ്ട് ചികിത്സ ഫ്രീ ആണ്. പക്ഷേ ചികിത്സ ഫ്രീ ആണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നപ്പോ സ്കാൻ ചെയ്യാൻ സ്കാനിങ് മെഷീൻ ഇല്ല. അതിന് സ്കാൻ ചെയ്ത് തരാൻ ഉൾപ്പെടെ ആ രോഗി മരിക്കുമ്പോ, അത് മരണപ്പെട്ടു, ഒരു ദളിതനായ തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് 88,000 രൂപയാണ് കടം വാങ്ങിയാൽ ചെലവഴിച്ചു. എന്നിട്ടും അദ്ദേഹം രക്ഷപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ എന്നാണ് തൊഴിലാളിയുടെ പേര്. ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നടന്നു വരും. മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, എല്ലാ ഗവൺമെന്റ് ആശുപത്രിയിലെ അവസ്ഥ ഇതാണ്. മുഖ്യമന്ത്രി ഒരിക്കൽ പറയുന്ന 2 കൊല്ലം മുമ്പ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ബെൻസ് കാറുകൾ നിൽക്കുന്നു. കാരണം മുതലാളിമാരൊക്കെ ചികിത്സിക്കാൻ വരുന്നപ്പോ സർക്കാർ ആശുപത്രികളിലാണ്. അത്രയും ഗംഭീര സൗകര്യമാണെന്ന്. പക്ഷെ ആ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയത് അമേരിക്കയില. അമേരിക്കൻ ബൂർഷാസി എന്ന് പറഞ്ഞ് യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കല്ല, അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള പെരിയാരം മെഡിക്കൽ കോളേജിലേക്കല്ല, അദ്ദേഹം നേരെ പോയത് അമേരിക്കയിലേക്കാണ്. ഇവിടുത്തെ ആരോഗ്യമന്ത്രിയാണെങ്കിൽ, ഞാൻ വനിതയായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല, കാരണം പുരുഷനായിട്ടുള്ള മന്ത്രിയാണെങ്കിൽ 10 പറയായിരുന്നു. ഇത് വനിതയായതുകൊണ്ട് പറയാൻ നിർവാഹമില്ല. ആ മന്ത്രി പറയാണ്, ഇന്നലെ ആദ്യം ഡോക്ടർ ആരിസ് ഹസനെ സസ്പെൻഡ് ചെയ്യാൻ നോക്കി. എന്നാൽ ഡോക്ടർമാരും പൊതുജനവും ആ ഡോക്ടറോടൊപ്പം നിന്നപ്പോ മന്ത്രി പറയാണ്, അദ്ദേഹം സത്യസന്ധനായ ഡോക്ടറാണ്, അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളൊക്കെ അന്വേഷിക്കും, പക്ഷേ ഇത് ഞങ്ങളുടെ ആരെയും കുഴപ്പമല്ല, ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. ആരാ സിസ്റ്റത്തിന്റെ കുഴപ്പത്തിന് ഉത്തരവാദി? ഒരു സിസ്റ്റം തകരാറാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കാണ്, ഗവൺമെന്റിനാണ്, മുഖ്യമന്ത്രിക്കാണ്. ഇവിടെ പല സർക്കാർ ആശുപത്രികളിൽ ചെന്നാൽ, ഇപ്പൊ തേവൽക്കാട് ആശുപത്രിയിലാണ് ഒരു രോഗി കുത്തിവയ്ക്കാൻ പോയി, കുത്തിയവന് പോയതാണ്. നോക്കുമ്പോ അതിന്റെ അകത്ത് വെച്ച് പട്ടി ഓടിച്ചു. 2 വാക്സിനേഷൻ, വൈറൽ ഫീവറിന്റെ ഇഞ്ചക്ഷൻ, പേപ്പട്ടിയുടെ ഇഞ്ചക്ഷൻ. പക്ഷെ ഇപ്പോഴ്
പേപ്പട്ടി കടിച്ച ആ രോഗികൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും മരണപ്പെടുന്നു. എത്ര കുട്ടികളെ പോയതറിയും? മിനിഞ്ഞാന്നൊരു കുട്ടി മരിച്ചു. ഏതാണ്ട് 4-5 കുട്ടികളുടെ റിപ്പോർട്ടുകൾ വിവിധ മാധ്യമങ്ങളിൽ വന്നു. ഗവൺമെന്റ് എന്താ പറയാ അറിയോ? അത് ഒറ്റപ്പെട്ട സംഭവം. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ എത്ര രോഗികൾ ഈ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് മരിച്ചു? 4 കുട്ടികൾ ഉൾപ്പെടെയാണ് മരണപ്പെട്ടത്. അപ്പൊ സിസ്റ്റത്തിന്റെ കുഴപ്പമെന്ന് പറയുന്നത് ഇത്രയും പിടിപ്പ് കേട്ടാൽ മതി. എല്ലാ സർക്കാർ ആശുപത്രിയിലെ അവസ്ഥയാണ്. നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലാണ് ഒരു സ്ത്രീ പോയപ്പോ ടെസ്റ്റ് ഡോസ് എടുക്കാതെ ഇഞ്ചക്ട് ചെയ്തതിന്റെ പേരിൽ ആ സ്ത്രീ മരണപ്പെട്ട സംഭവം. കോഴിക്കോടാണെങ്കിൽ നിരവധി പറയാനുണ്ട്. ഹസീന എന്നൊരു സ്ത്രീ പ്രസവിക്കാൻ പോയപ്പോ സിസേറിയനെ കയറ്റി. സിസേറിയൻ കഴിഞ്ഞു. കുട്ടി പുറത്തു വന്നപ്പോ കത്തിയകത്തേക്ക് പോയി. ഈ മന്ത്രി അവിടെ പോയിട്ട് എന്തൊക്കെ വാഗ്ദാനം പറഞ്ഞു? അവർക്ക് ചില്ലി കാശ് കൊടുത്തോ? അപ്പൊ തിരുവനന്തപുരവും അതുപോലെ തന്നെ കോഴിക്കോടും എല്ലാ മെഡിക്കൽ കോളേജുമായിട്ട് പെരിയാരും ഇതൊക്കെ അവസ്ഥ തന്നെയാണ്, ഒരേ അവസ്ഥയാണ്. ഞാൻ ചോദിക്കട്ടെ, ഓപ്പറേഷൻ ഉപകരണങ്ങളില്ലെങ്കിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം? എന്ത് ചെയ്യും ഡോക്ടർമാര്? ഇത് ഹാരിസ് ഹസൻ എന്നൊരു ഡോക്ടർ മാത്രമേ ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വന്നുള്ളൂ. ഇത് പല ഡോക്ടർമാരുടെ അഭിപ്രായമാണ്. ഇതാണോ ഇവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ നേട്ടം എന്ന് പറയുന്നത്? ഇതാണോ ആരോഗ്യവകുപ്പിന്റെ നേട്ടം? ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ? ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഇതുവരെയുള്ള കോവിഡ് രോഗികളിൽ ഏറ്റവും രോഗികൾ മരണപ്പെട്ട സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ. നിങ്ങളുടെ സർക്കാർ ഏതാണ്ട് ഉടുതുണിയില്ലാത്തൊരു മനുഷ്യൻ നടു റോഡിൽ നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ജനം നിങ്ങൾക്കെതിരെ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയും നിങ്ങൾ 8 മാസം കൂടെ ഉണ്ട് നിങ്ങൾക്ക് കാലാവധി. ഈ 8 മാസത്തിനുള്ളിൽ നിങ്ങൾ ആരെയൊക്കെ കൊല്ലുന്നതാണ് ഞങ്ങൾ പറയുന്നത്. കാരണം സർക്കാർ ആശുപത്രിയിലേക്ക് വന്നാൽ ഈ സർക്കാർ ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് മാത്രം മരണപ്പെടുന്നു. ഞാൻ ഡോക്ടർമാരെങ്കിലും കുറ്റം പറയില്ല. കഴിഞ്ഞ ദിവസം ഞാന് MLA ആയിരുന്നപ്പോ ശ്രീ ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ആരംഭിച്ചതാണ് വട്ടിയൂർക്കാവിലെ അർബൻ സെന്റർ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന രോഗിയോട് ഡോക്ടർ പറഞ്ഞെന്താ അറിയോ? നിങ്ങൾക്ക് മരുന്ന് നിങ്ങൾക്ക് ഫ്രീയാണ് കണക്കനുസരിച്ച്, പക്ഷേ ആ മരുന്ന് കൂടെ ഇല്ല. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ പുറത്തു പോയിട്ട് മരുന്ന് വാങ്ങും. നിങ്ങൾ മഞ്ഞക്കാടും വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആ സ്ഥലം മഞ്ഞയായിട്ട്, അതുകൊണ്ട് പുറത്ത് മരുന്ന് വാങ്ങാൻ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മഞ്ഞക്കാട് വെച്ച് വന്നാൽ വല്ല വിലയും? അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് രാജേന്ദ്രൻ എന്ന തൊഴിലാളി. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഈ വകുപ്പ് നാശമാക്കി. വീണ ജോർജ് മന്ത്രിയായിട്ട് എന്ന് കാലുകുത്തിയോ അന്ന് മുതൽ ഈ വകുപ്പ് പൂർണ്ണമായിട്ടും അനാരോഗ്യ വകുപ്പായി തീർന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുള്ളത്, എത്രയും പെട്ടെന്ന് ഈ വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങുക. അവരെ കൊണ്ട് നടക്കില്ല, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. അവരുടെ നിയോജകമണ്ഡലത്തിലാണ് ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് കേടുവന്നു. അവിടെ തൊഴിലാളികൾ, അവിടെ രോഗികളെ തൊഴിലാളികൾ ചുമന്നുകൊണ്ടുപോവാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ. പിന്നെ മറ്റുള്ള കാര്യം പറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങി അവരെ കൈരളിയിലോ റിപ്പോർട്ടറിലോ വാർത്ത വായിക്കാൻ അവർ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കുക. ഞാൻ ഈ 2 ചാനലിൽ പറഞ്ഞ അവരുടെ ബഹുമാനക്കുറവുണ്ടല്ലോ. കാരണം മുഖ്യമന്ത്രി വിചാരിച്ചാൽ എളുപ്പം ജോലി കിട്ടുന്ന 2 ചാനലായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അതാണ് ഞാൻ ഒരു ചാനലിൽ മോശമായിട്ട് പറയില്ല. എല്ലാ ചാനലിനോടും മാധ്യമത്തിനോടും ബഹുമാനമുള്ള ഒരാളാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ മഹതിയെ ഈ വകുപ്പെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി നാളെ ആരൊക്കെ മരിക്കും എന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഈ വകുപ്പ് ഒരു തകർന്ന വകുപ്പായെങ്കിൽ അതിനെ മോചിപ്പിക്കേണ്ടത്
ഈ നാട്ടിലെ ജനങ്ങളുടെ കർത്തവ്യമാണ്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഈ മാർച്ചുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം.